ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ആക്റ്റീവ് സബ് വൂഫറാണ്. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഓഡിയോക്സിൻ്റെ ആക്റ്റീവ് സബ് ആംബ് പ്ലേറ്റും പിന്നെ JBLൻ്റെ 1500 സബ് വൂഫറുമാണ് ഈ ഒരു ബോക്സിൽ ഉപയോഗിച്ചിട്ടുള്ളത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ആക്റ്റീവ് സബ് വൂഫറിൻ്റെ ആംപ്ലിഫയർ പ്ലേറ്റ് മുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ചാനലിൽ ഇതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ ഉപയോഗിച്ചിട്ടിരിക്കുന്ന സബ് വൂഫർ JBLൻ്റെ 1500 ഉപയോഗിച്ചിട്ടുള്ളത്. അത് നല്ല പഞ്ചാണ്, നല്ല പവർ പഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ആംബ് വെച്ചിട്ട് നമ്മൾ ആ ഒരു ആക്റ്റീവ് സബ് വൂഫറിൻ്റെ ഈ ഒരു ബോക്സ് ചെയ്തപ്പോൾ നല്ല വർക്കിംഗ് ആണ് കിട്ടുന്നത്. ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബോക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആക്റ്റീവ് സബ് വൂഫറിൻ്റെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു ബോക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ആക്റ്റീവ് സബ് വൂഫർ നമുക്ക് ഡനോൺ, പൈനിയർ, അതുപോലെ തന്നെ യമഹ അതുപോലുള്ള AV റിസീവറുകൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ആക്റ്റീവ് സബ് വൂഫറാണ് ഈ ഒരു സബ് വൂഫർ. അതുപോലെ തന്നെ നല്ല വർക്കിംഗ് ആണ്. ഇതുപോലുള്ള കമ്പനി ആംപ്ലിഫയറുകളിൽ ഇത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വർക്കിംഗ് ആണ്. ഇതുപോലുള്ള സബ് വൂഫർ, ആക്റ്റീവ് സബ് വൂഫറുകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഞാൻ നമ്പർ ആഡ് ചെയ്യുന്നുണ്ട്, അതിൽ വിളിച്ച് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ഇനി JBLനെക്കാളും കുറഞ്ഞ വിലേൻ്റെ സബ് വൂഫർ ആണെങ്കിൽ ഓഡിയോക്സിൻ്റെ സബ് വൂഫർ തന്നെ വരുന്നുണ്ട് 12 ഇഞ്ച്. അതല്ലെങ്കിൽ നമുക്ക് മാഗ്നറ്റീസിൻ്റെ സബ് വൂഫർ വരുന്നുണ്ട്. JBLൻ്റെ സബ് വൂഫർ ആകുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതൽ വരും. അപ്പോൾ കുറഞ്ഞ മോഡൽ വേണമെങ്കിൽ കുറഞ്ഞ മോഡലിലും ഈ ഒരു ആക്റ്റീവ് സബ് വൂഫറിൻ്റെ ബോക്സ് ഞങ്ങൾ ചെയ്തു തരും. ഈ ഒരു ബോക്സിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലുള്ള നെറ്റാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ അതിൻ്റെ എയർ ഹോൾസ് കാണാത്ത മോഡലിലാണ് ഈ ഒരു നെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി എയർ ഹോൾസ് കാണുന്ന മോഡൽ വേണമെങ്കിൽ അത് മോഡലിലും വേണമെങ്കിലും ചെയ്തു തരും. ഏത് മോഡലിൽ വേണമെങ്കിലും ചെയ്യാം.